സംസ്ഥാന തദ്ദേശ വാർഡ് വിഭജന കരട് വിജ്ഞാപനം പുറത്തിറക്കി. ഗ്രാമപഞ്ചായത്തുകളിൽ 1375 പുതിയ വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ 128 പുതിയ വാർഡുകളും കോർപ്പറേഷനുകളിൽ 7 അടങ്ങുന്നതാണ് കരട് വിജ്ഞാപനം. വിജിൻ വായന്തോടുണ്ട്. വിജിൻ, സംസ്ഥാന തദ്ദേശ വാർഡ് വിഭജന കരട് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? വിനു, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തദ്ദേശ വാർഡ് വിഭജന കരട് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ വിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്തുകളിൽ 1375 പുതിയ വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ 128 പുതിയ വാർഡുകളും ഒപ്പം തന്നെ കോർപ്പറേഷനുകളിൽ 7 പുതിയ വാർഡുകളും അടങ്ങുന്നതാണ് നിലവിൽ കരട് വിജ്ഞാപനം. ഇതിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരമുള്ള പാർട്ടികളും ഒപ്പം തന്നെ സംസ്ഥാന പാർട്ടികളും നിയമസഭയിൽ അംഗത്വമുള്ള പാർട്ടികളും അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ കൂടിയാലോചന യോഗത്തിന് ശേഷമാണ് നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു വിഭജനം പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഒരു കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എല്ലാ പരാതികളും പുതിയ അപേക്ഷകളും ഉൾപ്പെടെ പരിശോധിച്ചായിരിക്കും അന്തിമ വിജ്ഞാപനം ഇക്കാര്യത്തിൽ പുറപ്പെടുവിക്കുക. ഡിസംബർ 3 വരെയാണ് ഇതിൽ പരാതികൾ നൽകാനുള്ള ഒരു തീയതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനുള്ള അപേക്ഷകൾ ഉൾപ്പെടെ സ്വീകരിച്ച ശേഷം, പരാതികൾ ഉൾപ്പെടെ സ്വീകരിച്ച ശേഷം മറ്റ് നടപടികൾ ക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇതിൽ അന്തിമമായിട്ടുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക. യെസ്, സംസ്ഥാന തദ്ദേശ വാർഡ് വിഭജന കരട് വിജ്ഞാപനം പുറത്തിറക്കി. ഗ്രാമപഞ്ചായത്തുകളിൽ 1375 പുതിയ വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ 128 പുതിയ വാർഡുകളും കോർപ്പറേഷനുകളിൽ 7 അടങ്ങുന്നതാണ് കരട് വിജ്ഞാപനം. വാർത്തയുടെ വിശദാംശങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.